ദൈവമേ, രാവിലെ തന്നെ തുടങ്ങിയ ഒരു പണിയും എടുക്കാതെ ഗുസ്തിയും കരാട്ടയും ഇതെല്ലാം എടുത്ത് എന്തിനീ? കല്യാണം വെച്ച ചെക്കനെടുത്ത് ചവിട്ടാനാ? ആ രമണീര മോളെ കണ്ട് പഠിക്കണം. എന്തൊരു ഒതുക്കം, എന്തൊരടക്കം. ഓളെല്ലാം കണ്ടിട്ട് പഠിക്കേ. വീട്ടിലെ സകലമാന പണിയും ആ പെണ്ണ് ഒറ്റക്ക് ചെയ്യുന്നേ. അതാണ് പെണ്ണ്. ഓളെല്ലാം കണ്ടിട്ട് ഞാൻ എന്തിനാ നമ്മെ പഠിക്കുന്നത്? എനിക്ക് എന്റേതായ ഒരു ലക്ഷ്യമില്ലേ, മനസ്സിലായോ? നീ ഈടാ എന്തെങ്കിലും ഒരു പണി എടുക്കുന്നുണ്ടാ? 360 സീറ്റ് മുമ്പിലല്ലേ? പെണ്ണായാലേ മുറ്റമടിച്ച് വാരാൻ പഠിക്കണം. പെണ്ണായാലേ തുടക്കാൻ പഠിക്കണം. പെണ്ണായാലേ അലക്കാൻ പഠിക്കണം. പെണ്ണായാലേ കറി വെക്കാനും പഠിക്കണം. വയസ്സായി കെട്ടിക്കാൻ നേരമായി ഒരുങ്ങിക്കോ വേഗം നീ. അലക്കാനും തുടക്കാനും പഠിക്കേണ്ടേ? പെണ്ണല്ലേ വീട്ടിലിരിക്കണം. കോഴി മുമ്പേ വീട്ടിൽ എഴുന്നേൽക്ക്. ചോറും കറിയും വേഗം വെക്ക്. പെണ്ണല്ലേ 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 ചൊടിച്ച് വിളക്ക് വെക്ക് വേഗം നീ. ഉറങ്ങാനും ഉണ്ണാനും നേരമില്ലേടി. ആടത്ത് നിന്നെ കെട്ടാൻ വരുമല്ലോ. ഒരുങ്ങിക്കോ വേഗം നീ പെണ്ണല്ലേ. ഓ, ഒന്ന് നിർത്ത്. അതെല്ലാം പണ്ട്. നിങ്ങൾക്ക് പ്രാന്തായ? ഒന്ന് പതുക്കെ പറയടി. നിന്റെ നാവിന്റെ നീളം കണ്ടാലേ ആണായിട്ടില്ല ഒരുത്തരും നിന്നെ നമ്മളെ വയ്ക്കാൻ വരൂല. ഒന്ന് നിർത്തണ്ട ശാന്തേ. രണ്ടാളും തുടങ്ങിയ രാവിലെ തന്നെ കോയും കുറുക്കനെയും പോലെ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അനുസരിച്ചോ? എന്തെന്ന് രവിയേട്ടാ? ആദ്യത്തെ കൺമണി ആണായിരിക്കണം. ആരുമേ കണ്ടാൽ കുതിക്കണം. അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ഓ, ഒന്ന് നിർത്തച്ഛ. അച്ഛനും അമ്മനെ പോയി പ്രാന്തായ? എടീ, ആണായാലും പെണ്ണായാലും സമാധാനത്തോടെ ജീവിക്കണം. കൂടുമ്പോ ഇമ്പം ഉണ്ടാവുന്നതാണ് കുടുംബം. വേണ്ടേ? സമാധാനം വേണ്ടേ? എടീ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അമ്മയെ പോലെ നല്ല കുടുംബിനിയാവാൻ. എന്തെന്ന്? കുടുംബിനിയാ? ആ, കുടുംബിനി. പറഞ്ഞാലേ നല്ല ഒന്നാന്തര അടിമ. അടിമയാവാനൊന്നും എന്നെ കിട്ടൂല. അമ്മ ഇതുവരെ ഈ 4 ചുമരിന്റെ ഉള്ളിൽ നിന്നല്ലാണ്ട് പുറത്തേക്ക് അടിക്ക് പോയിട്ടുണ്ടാ? നല്ലൊരു പാട്ട് കേട്ടിട്ടുണ്ടാ? നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടാ? പോട്ട് നല്ലൊരു സിനിമ കണ്ടിട്ടുണ്ടാ? ഇല്ലല്ലോ. അത് പിന്നെ കല്യാണം കഴിഞ്ഞാല് എല്ലാരും അങ്ങനെ തന്നെയല്ലേ? നിന്റെ കല്യാണം കഴിഞ്ഞാല് നീയും അങ്ങനെ തന്നെയാവും. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട ശാന്തേ. ഈ മുറ്റത്തുനിന്ന് അടുക്കളയിലേക്ക്, ആടുന്നോ സകലമാന പണിയെടുക്കാൻ വേറൊരു കോന്തന്റെ വീട്ടിലേക്ക്. എനക്കതൊന്നും വേണ്ട. നീ ഒരു കാലത്ത് പണം പിടിക്കണടി ഓരും പെട്ടോളെ. എങ്ങനെയാ പണം പിടിക്കല്? ഈ വീട്ടിലല്ലേ ജനിച്ചു വീണി. എന്തെന്ന് സുഖം, എന്തെന്ന് നീ കളിക്കുന്ന സുഖം? അതെ, അയ്യോ ഞാൻ ആ ജനാർദ്ദന്റെ പോക്ക് ഒരു ആലോചന. അവിടുത്തെ ഒരു പട്ടോടെ ഒരു കറുത്ത പട്ടീനെ അയച്ചു വിട്ട്. അയ്യോ എന്റെ കാലി. ഓരോ ഒരുമ്പട്ടോളുണ്ട് സുഖം. ഓളെ കാര്യം ഓർക്കുമ്പോ നെഞ്ചിന് തീയ.
ശാന്തേ, ആ തീ ഞാൻ അങ്ങോട്ട് കെടുത്തിയാ പോരെ? ഒക്കെ ഒരു ചെക്കനെ ആലോചിച്ചൂടെ സുഖു? അതിനെന്താ, ഇവിടുത്തെ കുട്ടി എന്റെ സ്വന്തം മോളല്ലേ. അപ്പോ അവളുടെ അമ്മ എന്ന് പറയുന്നത് ശാന്തയല്ലേ? അപ്പൊ ശാന്തയാരാ? എന്റെ മുത്തല്ലേ? എടാ സുഖു, നീ ദല്ലാള് പണിക്ക് വന്ന ദല്ലാള് പണിയെടുത്താ മതി, അല്ലാതെ എന്റെ കോത്തെ കയറി ഗോളടിക്കാൻ നിൽക്കല്ലേ. അപ്പുറത്തെ പഞ്ചായത്തില് നല്ല കിണ്ണം പോലത്തെ ഒരു ചെക്കനുണ്ട്. നിങ്ങളുടെ മോക്കിപ്പോ എത്ര വയസ്സായി? ഈ കുംഭം വന്നാല് ഓക്ക് 18 വയസ്സ് കഴിഞ്ഞു. അപ്പൊ കുംഭം വന്ന 18 വയസ്സ് തികഞ്ഞു എന്നർത്ഥം. എന്നാ ആലോചിക്കട്ടെ, നല്ല കിണ്ണം പോലത്തെ ചെക്കനല്ലേ? ആലോചിച്ചോ, നല്ലോണം ആലോചിച്ചോ. അയ്യോ എന്റെ തല! അയ്യോ എന്റെ സുഖു, നിനക്കെന്തെങ്കിലും പറ്റിയാ? അയ്യോ, ഒന്നും പറ്റിയില്ലേ? കണ്ണിട്ടടപ്പ് പോലെ തോന്നുന്നു. അയ്യോ അയ്യോ. ഓള് കുറച്ച് മുൻകോപക്കാരെന്ന് അറിയില്ല സുഖു. എഴുന്നേക്ക്, പിടിക്കുക. ഇനി മേല ആലോചന കല്യാണം എന്നാ മറ്റും പറഞ്ഞ് ഈ വളപ്പിലെവിടെയെങ്കിലും കേറിയാല് ആ കാല് ഞാൻ കൊത്തും. മെസ്സി ഗോൾ അടിച്ച പോലെ ഞാനും ഒരു ഗോൾ അടിക്കും. ഇവളുടെ അച്ഛനെ കുറിച്ചോ എന്നെ കുറിച്ചോ ഈ നാട്ടുകാരെ കുറിച്ചോ ഒരു ചിന്തയില്ലടാ സുഖു. ഇവക്ക് കല്യാണേ വേണ്ടെന്നാ പറയുന്നത്. ഇവക്ക് ബോക്സിങ് പഠിച്ചാ മതി. ഒരു അത് മനസ്സിലായി. എന്തെന്ന് സുഖു നിനക്ക് മനസ്സിലായി? ഇവള് ബോക്സിങ് പഠിച്ചിട്ടുണ്ട്, ഇത് മനസ്സിലായി. പെമ്പിള്ളേരെ ബോക്സിങ്ങും പഠിക്കും, കരാട്ടയും പഠിക്കും, വേണമെന്ന് വെച്ചാല് നിങ്ങളെയും പഠിപ്പിക്കും. അയ്യോ വേണ്ട, ഓട് പഠിച്ചോ, തലോടെ പഠിച്ചോ. അപ്പോ ശാന്തേ, ഞാനങ്ങോട്ട് പോട്ടാ. അപ്പോ വരുന്നേ. എന്നെ ജാനുവേ, ഈ പ്രാവശ്യം നമുക്ക് 150 പണി പൂർത്തിയാക്കണം. അത് ശരിയാ, ഇപ്രാവശ്യം നമുക്ക് ഐശ്വര്യത്തോടെ പണി തുടങ്ങാം അല്ലേ? എല്ലാ പണിക്കും പ്രാർത്ഥനയില്ലണേ, നമുക്ക് പ്രാർത്ഥനയോടെ പണി തുടങ്ങിയാലോ? അത് ശരി തന്നെ, നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. എടേ, ആ കൈക്കോട്ടിലാണ് വെക്കണേ കുരിപ്പേ. ഈ പ്രാർത്ഥന അല്ലേ നീ കൈക്കോട്ടെല്ലാം എടുക്കുന്നത്? ദൈവമേ കൈതോഴാം കാക്കുമാറാകണം, മേറ്റുവരാതെ നീ കാത്തുകൊള്ളണമേ. കാടു വെട്ടുമ്പോൾ പാമ്പും തവളയും വരാതെ നീ ഞങ്ങളെ കാത്തിടണേ. ലോണുകൾ കൃത്യമായി അടക്കുവാൻ വേണ്ടിയിട്ട് ശമ്പളം കൃത്യമായി നൽകിടണേ. എണല്ലേ, അതെ ഫുട്ബോൾ കളി കാണാൻ പോയിട്ട് എനിക്ക് നടുവിന് തീരെ സുഖമില്ല. ഞാനൊന്നും ഇവിടെ ഇരിക്കട്ടെ. നിനക്ക് ഏത് ഫുട്ബോൾ കളിക്കാരനെയാണ് ഇഷ്ടം? അനക്ക ആ നെയ്മർ
എണ്ണേ എനിക്ക് മെസ്സിനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് എന്റെ ദാമോരേട്ടൻ 2 ദിവസം ചോറ് നിൽക്കണേ. അതെയാ കുളിയ ദൈവേ എന്തു നീ ഞാൻ കേക്കുന്നേ. ഇത് കേക്കണേ, മെസ്സിനെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇവളോ ഒറ്റ ഇറങ്ങിപ്പോക്ക്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ വന്നത്. എന്താ നീ കേക്കുന്നത്? എടാ ഈ പോന്ന മണത്തൊക്കെ നല്ല മണാണേ. എനിക്കതോളം ഇഷ്ടായി. നീ ഇത് ചമ്പേത്തി പോവല്ലേ, ഇതെങ്ങനെ എനിക്ക് മണക്കുന്നത്? അപ്പൊ നിനക്ക് ഏത് വാസനയാണ് ഇഷ്ടം? എനിക്ക് ശ്രീനിവാസനെയാണ് ഇഷ്ടം. എന്തെന്ന് ഞാൻ ഈ കേക്കുന്നു. എനിക്ക് മുട്ടിന് ഭയങ്കര വേദന. 2 ദിവസം പണി ലീവാക്കിയാലോ? അതിനെന്തിനെ എന്തെങ്കിലും തൈലം മറ്റും പറ്റിയാ പോരെ? അതിന് ഞാൻ എന്റെ മൂത്ത ചക്കനോട് പറഞ്ഞിന് കൊട്ടൻ ചുക്കാതി തൈലം മേടിച്ചോണ്ടത്. എന്നിട്ട് ഓൻ കൊണ്ടതിനെന്തെന്ന് നീല വിഴുങ്ങാതി. പൊട്ടൻ ദൈവേ, ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ടല്ലേ കൊട്ടന്റെ ചുക്കാതി എല്ലാം അറിയുന്നത്. വല്ല ഷവർമയോ അൽഫാമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ചാടി പോയി മേടിച്ചിട്ട്. അതെ, ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ പോട്ടാ. എന്താണ് രവിയേട്ടനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. എന്ത് പറ്റിയോർക്ക് നിന്റെ രവിയേട്ടന്? കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ കാണിക്കാൻ പോയിട്ടാകുമ്പോ രവിയേട്ടന് ഇരുമ്പിന്റെ പാവുണ്ടെന്ന് പറഞ്ഞില്ലേ. വീട്ടിലെത്തിയാട് എന്റെ തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന കൈക്കോട്ടെടുത്തിട്ട് ഒറ്റക്കടീന്ന് കീറിയില്ലേ കവള് 2 കണ്ടായിട്ട്. കുരിപ്പേ എന്താ നീ കേക്കുന്നു? ഇങ്ങനെ നിന്നാ മതിയോ? വാ, പണിയെല്ലാം എടുക്കണ്ടേ? വാ നമുക്ക് തുടങ്ങാലോ. ഗീതേ, നീ അറിഞ്ഞില്ല നമ്മളെ ശാന്തേരെ മോളില്ലേ ബോക്സിംഗ് പഠിക്കാൻ പോകുന്നുണ്ടോലും? ബോക്സിംഗാ? അതെന്താണ്? ഇതന്നെ. ഇതെല്ലാം നീ എപ്പോഴേ പഠിച്ചു? എന്റെ കൊച്ചുമൻ വലിയ ബോക്സിംഗ് ചാമ്പ്യനല്ലേ. ഓൻ ഡൽഹിയിൽ മത്സരത്തിൽ പോയിട്ടല്ലേ ഇല്ലത്. അതല്ലേ എന്റെ കൊച്ചുമോൻ ട്രോഫി കൊണ്ടുവരുന്നേ. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ആദ്യമായി ആൺകുട്ടികളും പെൺകുട്ടികളും മത്സരിക്കുന്ന ബോക്സിംഗ് മത്സരം അടുത്ത 18-ാം തീയതി നടക്കുകയാണല്ലോ. ഈ മത്സരത്തിൽ ആരാണ് മാറ്റിവെക്കുന്നത് എന്നറിയാമോ? നമുക്കെല്ലാം പ്രിയങ്കരിയായ ആമിയാണ്. ഇവർക്ക് ഇന്ന് പ്രത്യേകം പ്രാക്ടീസ് നൽകാറുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ വീട്ടിലേക്ക് പോയിക്കോളൂ. മനോഹരമായ കൈകൾ, അഴകൊത്ത ശരീരം, കലമാൻ മിഴികൾ. അല്ല സാറേ, ഞാൻ ഏതിന്റെ മത്സരത്തിനാ പോകുന്നേ? ബോക്സിംഗ് മത്സരത്തിന്. അല്ലാണ്ട് സൗന്ദര്യ മത്സരത്തിനൊന്നുമല്ല. എന്റെ പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഞാൻ ആമിയെ മത്സരിപ്പിക്കുന്നത്, അല്ലാതെ വേറെ കുട്ടികളില്ലാഞ്ഞിട്ടല്ല. ഞാൻ ഈ മത്സരത്തില് നിങ്ങൾ ഒരാളെ സഹായം ഇല്ലാണ്ട് ഒറ്റക്ക് മത്സരിച്ച് ജയിക്കും. പോയിക്കോ പോയിക്കോ എന്റെ മുന്നിൽ. ആരുടെയും സഹായമില്ലാതെ നീ ഒറ്റയ്ക്ക് മത്സരിക്കുമല്ലേ? എങ്കിൽ നമുക്ക് കാണാം. എങ്കിൽ കാണാം. Joshua, the player, counter right. There's the right hand, Jake Paul's down again. Second knockdown. In the second fight at heavyweight against a bona fide knockout artist, and Anthony Joshua seeking his 26th knockout as a pro. പെണ്ണെ തൊട്ടാ വാടിയാണ്. പെണ്ണെ കറിവേപ്പിലയാണ്. പെണ്ണിനെ പിണമാക്കുന്നവന്റെ നെഞ്ചത്ത്. പെണ്ണിനെ പഠിപ്പ് വേണ്ടാന്ന് പറഞ്ഞവന്റെ നെഞ്ചത്ത്. പെണ്ണിനെ വലിച്ചു കീറുന്ന കേമന്മാരുടെ നെഞ്ചത്ത്.
ഈ വിജയം എനിക്കും കൂടി അവകാശപ്പെട്ടതാ. ഇവള് എന്റെ മോളാ. പണ്ട് എന്റെ അച്ഛനമ്മേനോട് പറഞ്ഞിട്ടുണ്ട്, പെണ്ണിനാ അടുക്കള പണിക്കേ കൊള്ളൂന്ന്, അലക്കാനേ കൊള്ളൂന്ന്, മുറ്റം അടിക്കാനേ കൊള്ളൂന്ന്. പക്ഷെ ഞാൻ പ്രതികരിച്ചു, ഞാൻ പൊരുതി, ഞാൻ വിജയിച്ചു. ഈ വിജയം ഈ ലോകത്തുള്ള സകല സ്ത്രീകൾക്കുമുള്ളതാണ്, ഒപ്പം എന്റെ അച്ഛനും അമ്മയ്ക്കുള്ളതാണ്.